ഞാൻ പറഞ്ഞത് ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളിലായിട്ടാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിരുന്നത്. ഒന്ന് പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതി, പട്ടികവർഗക്കാരുടെ പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി, ലോക്കൽ ഗവൺമെന്റുകളുടെ പദ്ധതി, ഇത്രയും പദ്ധതികളാണ് എന്നും ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പേരിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന് വെച്ചതെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പിണറായി സർക്കാരിലെ മന്ത്രിമാർ നൽകിയ മറുപടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവസാനം നമുക്ക് നോക്കാം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ നുണ പറഞ്ഞത്, ഞാനാണോ നുണ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 16/5/2017 തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ KT ജലീലിനോട് ചോദിച്ച ചോദ്യത്തിന് ചോദ്യം നമ്പർ 4003 ഉത്തരമായി 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,70,75,038 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, ആ ഉത്തരവുണ്ട്. 2,70,75,000 വീട് അപ്പം തന്നെയായി. ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീടുകളും പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി AK ബാലൻ 30/6/2016 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഫിഷറീസ് വകുപ്പിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ വീടായി 4,58,976 ഇപ്പോ. കാരണം വേറെയും കുറച്ച് കണക്കുകൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിന്റെ നിയമസഭയിലെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 2011-12 മുതൽ 15-16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,70,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലന്റെ മറുപടി, നിയമസഭയിലെ ഉത്തരം, AK ബാലന്റെ ഉത്തരം. അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ക് കൃത്യമായിട്ട് എത്ര വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ വരെ. അപ്പൊ ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുക ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്രയും പറയൂലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പൊ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമായത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ ജമായത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ നുണ പറഞ്ഞ ആദ്യം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് നുണ പറഞ്ഞു. ആ നുണ ഇപ്പൊ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ട് ക്യാമറ ഇപ്പൊ എനിക്ക് നുണ പറയാൻ പറ്റുക? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് പറയും. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമായത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പൊ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ല. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്.
അപ്പൊ നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4000 വീഡിയോ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറും എന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല. നല്ല പ്രായമായുള്ള ആളുകളെന്ന് ഞാൻ അപമാനിച്ച ഒരു വാക്ക് പോലും പറയില്ല. അതുകൊണ്ടാണ് എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ എന്റെ പ്രായമാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ആരാണ് ഗീബൽസ് എന്ന് ഇനി കേരളം വിലയിരുത്തട്ടെ. ഇത് എല്ലാം എഴുതി കിട്ടിയ ഉത്തരവാണ്. നിയമസഭയിലെ റെക്കോർഡിലുള്ള ഉത്തരങ്ങളാണ്. ഒന്നും വരില്ല. ഒരു ഓവർലാപ്പും ചെയ്തൊരു കണക്കും വരില്ല. അല്ലല്ല അതല്ല. ഇല്ല അതിന്റെ അകത്ത് അത് സ്റ്റേറ്റിന്റെ വേറെ. അത് AK ബാലൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഓവർലാപ്പിംഗും ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾക്കെല്ലാം അതിന്റെ നോട്ട് തരാം. എല്ലാവർക്കും നോട്ട്. വയനാടിന്റെ കാര്യത്തിൽ അല്ലല്ല ഇത് തീർക്കട്ടെ. വയനാട് ഇതിപ്പോ പെട്ടെന്ന് കൈരളി അങ്ങോട്ട് പോകല്ലേ. വേറെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച് തീർത്തിട്ട് നമുക്ക് വയനാട്ടിലേക്ക് പോവാം. പറഞ്ഞോ, ചോദിച്ചോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിന്റെ എല്ലാ കോപ്പി നിങ്ങൾക്ക് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനും പറ്റും. നിയമസഭയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ എല്ലാവർക്കും കോപ്പി തരാം. ഇതിന്റെ കോപ്പി തരാം. അല്ല കോപ്പി ഒരു ഓവർലാപ്പിംഗും ഇല്ല. ഞാൻ കോപ്പി ഞാൻ തരാം. കേന്ദ്ര പദ്ധതി വേറെ, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ്. അറിയാലോ, ഭവന നിർമ്മാണ പദ്ധതിയാണ്, സെപ്പറേറ്റ് ആണ്. ലോക്കൽ ബോഡികളുടെ പദ്ധതി വേറെ പദ്ധതിയാണ്. കോർപ്പറേഷന്റെ പദ്ധതി വേറെ, മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വേറെ, പഞ്ചായത്തിന്റെ പദ്ധതി വേറെ. ഇതെല്ലാം കൂടിയാണ് ഇപ്പൊ ലൈഫാക്കിയത്. ലൈഫ് എന്ന് പേരിട്ടത്. ഇത്രയും വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമാണ്. ഇവര് വന്നതിന് ശേഷം എന്ന് പറയുന്നത് ഇവര് 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞങ്ങളുടെ കാലത്ത് ഈ കൂട്ടത്തിൽപ്പെടാതെ 50,000 വീടുകളുടെ വർക്ക് തുടങ്ങി, പൂർത്തിയായില്ല. ആ വീടും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി 5 ലക്ഷത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 4.5 ലക്ഷം വീട് ഇവര് പണിതുള്ളൂ 10 കൊല്ലം കൊണ്ട്. ഞങ്ങള് ആ 4.43 ഈ 50 കൂടി കൂട്ടി ഞങ്ങൾ 5 ലക്ഷം വീട് 5 വർഷം കൊണ്ട് പണിതു. അതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ 5 വർഷം കൊണ്ട് പണിത വീട് പോലും ഇവര് 10 വർഷം കൊണ്ട് പണിതില്ല. പക്ഷെ നല്ല ക്യാപ്സൂളാണ്, നല്ല തള്ളി മറിക്കുകയാണ്, ഭയങ്കര ഹോർഡിങ്സും കാര്യങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. അപ്പൊ ഞങ്ങളിത് നിയമസഭയിലും പറഞ്ഞു. അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ നിയമസഭയിൽ ഞങ്ങൾ ഇത് വെച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നടത്തിയതിന് മുമ്പ് കേരള നിയമസഭയിൽ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. കണക്ക് താങ്കൾ ചോദിച്ച കണക്ക് ഞാൻ എന്റെ അസംബ്ലിയിലെ പ്രസംഗത്തിലുണ്ട്. എന്റെ കയ്യിൽ നേരത്തെ ഉണ്ട്. ഇത് ഞങ്ങൾ മനഃപൂർവ്വം എഴുതി ചോദിച്ചാണ്. ഓരോ വകുപ്പിന്റെ എഴുതി ചോദിച്ചാണ്. മൊത്തം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അത് വിവരം ശേഖരിച്ചു വരുന്നു എന്നുള്ള ഉത്തരവ് കിട്ടുള്ളൂ. ഈ ഉത്തരവ് കിട്ടൂല. ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഓരോ വകുപ്പിന്റെയും പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് അന്ന് പറഞ്ഞത്. ഈ കണക്കുണ്ട്. ഈ കണക്ക് ആരും ചോദ്യം ചെയ്തിട്ടില്ല. 5 ലക്ഷം എന്ന് വെച്ചാൽ 4,43,000 വീട് പണി തീർത്തു. ബാക്കി 50,000 വീടിന് പണി തുടങ്ങി. അതുകൂടി ഇവർ ചേർത്തിട്ടുണ്ട്. അത് തെറ്റൊന്നുമില്ല. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ കണ്ടിന്യൂവേഷൻ അല്ല ഗവൺമെന്റ്. അതൊന്നും ഞാൻ കളിയാക്കൊന്നുമില്ല. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വീട് മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ പൂർത്തിയാക്കിയ ഗവൺമെന്റാണ് ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അത് ഞാൻ കളിയാക്കുന്നു. 10 വർഷം കൊണ്ട് ഞാൻ തുറന്ന സംവാദത്തിന് ഞാൻ സാധാരണ ആരും ഡിബേറ്റിന് വിളിക്കാറില്ല. എന്നെയാണ് പണ്ട് ഡിബേറ്റിന് വിളിച്ചത്. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം. ഇപ്പൊ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം ശരിയാണ്, ഇപ്പോഴാണ് പൂർത്തിയായത്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടപ്പോൾ പിണറായി വിജയൻ എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്. ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തത് കടൽ കൊള്ളയെന്നാണ്. കടൽ കൊള്ള. അതെങ്ങനെ ഈ കടൽ കൊള്ള ഇപ്പൊ കടൽ വിപ്ലവമായി മാറി? ഇപ്പൊ പൂർത്തിയായപ്പോ കടൽ വിപ്ലവം എന്നാണ് ഹെഡിങ് കൊടുത്തത്. ഇതിപ്പോ പിണറായി വിജയന്റെ ക്രെഡിറ്റിലേക്ക് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം പോയത്? പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളുടെ കാലത്ത് ഇടുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ ഇടുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഇത് ഇടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴത്തെ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയാണ്. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നാണ് പറയുന്നത്.
ഭയങ്കര സംഭവമാണ് ഇത്. ഞാൻ സംവാദത്തിന് തയ്യാറാണ്, എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്, എപ്പോഴും സംവാദത്തിന് തയ്യാറാണ്. ഇത് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിലുണ്ട്. സഭയിൽ ഇതൊക്കെ റെക്കോർഡിലുണ്ട് ഇത് സഭയിൽ. അതായത് ശബരിമലയെ കുറിച്ചാണ് പറഞ്ഞത്. ശബരിമലയെ കുറിച്ച് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം ചോദിച്ചപ്പോൾ അനുമതി തന്നില്ല, അനുമതി നിഷേധിച്ചു. അത് കോടതിയിലിരിക്കുന്ന കേസാണെന്ന് പറയും. പിന്നെയാണ് ഞങ്ങൾ സമരം ചെയ്ത് സഭാ നടപടികൾ ബഹിഷ്കരിച്ച്. അത് സഭയുടെ റെക്കോർഡിലുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ അത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. സഭയിൽ ശബരിമല വിഷയമാണ് പറഞ്ഞത്, ഇതല്ല. ശബരിമലയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ കൃത്യമായ മറുപടി കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ചില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തപ്പോൾ ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായമുള്ള സ്പീക്കർ പറഞ്ഞതാണ്. അതും പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നോട്ടീസ് കൊടുത്താണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നില്ല. പിന്നീട് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ സമരത്തിന് പോയി. CPM നിരന്തരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നേതാക്കളെല്ലാം പറയുന്നത് താങ്കൾ തുടർച്ചയായിട്ട് നുണ പറയുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു നരേറ്റീവ്. അത് എന്തുകൊണ്ടാണ് പറയണമെന്ന് മനസ്സിലായില്ലേ? എന്നെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഞാൻ ഗ്രഹപാഠം ചെയ്തും എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ ഗ്രഹപാഠം ചെയ്ത് നിയമസഭയിലും പുറത്ത് സംസാരിക്കുന്ന ഒരാളാണ്, വിശ്വാസ്യതയുള്ള ഒരാളാണ് എന്നുള്ളൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കളയാൻ വേണ്ടിയിട്ട് മറ്റേ അവൻ നമ്മുടെ ശത്രുവാണ്, അവനെ പെണ്ണേഴ്സിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവൻ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം എന്ന് വിചാരിച്ചാൽ. ഇപ്പൊ നമുക്ക് നൊണേസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട്, നൊണേസിനാണ് കൂടുതൽ യോജിക്കുന്നത്, നൊണറായിയാണ് കൂടുതൽ യോജിക്കുന്നത് നമുക്ക് നോക്കാം. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേസിനാണ് നൊണറായിയാണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ പറഞ്ഞു, ഈ കഴിഞ്ഞ ഒരു മാസം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പേരൊന്നും വിളിക്കുന്നില്ല. എന്നെ ഇരിക്കും 30 കാർഡാണ് 20 കാർഡും 10 വീഡിയോയുമാണ് എനിക്കെതിരെ കഴിഞ്ഞ 5 മാസമായിട്ട് എല്ലാ ദിവസവും AKG സെന്ററിൽ നിന്ന് ഇടുന്നത്. AKG സെന്ററിൽ നിന്ന് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് എന്താ തെറ്റിപ്പോയത്? അവിടെ ഞങ്ങൾ തുടങ്ങിയതന്നെ. അവിടെ ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏരിയ വൈസ് ഇത് ചെയ്തു തുടങ്ങി. വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. അല്ലല്ല, അതൊക്കെ ആ പ്രൊസീജിയർ ഇല്ലാണ്ട് അവിടെ ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ എന്തിത്ര നിങ്ങൾ സർക്കാർ വെച്ച കേക്ക് അല്ലല്ല, ഇത് ഡിവൈഡ് ചെയ്യണ്ടേ ആദ്യം. ഈ ഇത്ര സെന്റ് വെച്ച് അല്ലല്ല, അതിപ്പോ തൽക്കാലത്തേക്കുള്ള നമ്മളിപ്പോ മറയൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ സാധാരണ, അതുപോലത്തെ പ്രിക്കോഷൻസ് ആണ്. എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം അവിടെ എല്ലാ നടപടി. നിങ്ങൾ എന്തിനും ഇതിന്റെ പുറകെ പോകണം? നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആള് താമസമുണ്ടോ? ആള് താമസം തുടങ്ങിയില്ലല്ലോ, എത്ര ദിവസമായി? അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാ ഉദ്ഘാടനം ചെയ്തത്? അല്ല, അത് 1 കൊല്ലം കൊണ്ടാണ്, 1 കൊല്ലം 4 മാസം കൊണ്ടാണ് ചെയ്തത്. ഞങ്ങൾ 1 കൊല്ലം എടുത്തില്ലേ സ്ഥലം മേടിക്കാൻ? കേൾക്ക്, അല്ലല്ല, 1 കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? 1 കൊല്ലം എടുത്തോ? സർക്കാർ 1 കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? എടുത്തോ? ഞാൻ കേൾക്ക് അതിന് പറയാം മറുപടി. 1 കൊല്ലം സർക്കാർ എടുത്ത സ്ഥലം ഞങ്ങൾക്ക് സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. അതങ്ങനെ, അത് നിങ്ങൾക്കുള്ള വിവരമാണ്. ഞാനാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്, നിങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 100 വീട് വെക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരാതെ ഞങ്ങൾ എങ്ങനെയാണ് 100 വീട് വെക്കുന്നത്? അല്ലല്ല, മുഖ്യമന്ത്രി എന്നെയും കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചാണ് സംസാരിച്ചത്. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അല്ല, നിങ്ങൾക്കറിയില്ല. കൈരളി ലേഖനം എങ്ങനെ അറിയണത്? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഡെപ്യൂട്ടി ലീഡറെയും വിളിച്ച് നേരിട്ട് മറ്റേ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറിയിൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് സംസാരിച്ച അറിയാൻ പറഞ്ഞു. അവിടെ അടിച്ചു ഓടിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലമാണ്, നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചു ഓടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചു ഓടിക്കും. SDPയുടെ പിന്തുണ തേടുന്നതിനെ കുറിച്ചൊരു വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. CPM SDPയുടെ പിന്തുണ വാങ്ങുന്നു ആരോപണ കോൺഗ്രസ് മഞ്ചേശ്വരത്ത്. അല്ല, EP ജയരാജൻ പറഞ്ഞല്ല SDPയുടെ പിന്തുണ ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ആര് വേണമെങ്കിലും പിന്തുണച്ചോണ്ട്. സംഭവം വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. PDP പിന്തുണ കൊടുത്തല്ലോ LDFന്. PDP ഭയങ്കര മതേതര പാർട്ടിയാണോ? PDP വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം LDFന് പിന്തുണ കൊടുത്ത ജമായത്ത് ഇസ്ലാമി അവരുടെ കൂടെ ആയിരുന്നു.
അപ്പൊ അവര് മതേതരവാദികളായിരുന്നു. ഞങ്ങൾക്ക് അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി UDF-ന് ഒരു പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികളായി. ഇപ്പൊ PDP മതേതരവാദികളാണ്, SDPI മതേതരവാദികളാണ് CPM-ന്, അല്ലേ? ഇതിനല്ലേ അവസരവാദം എന്ന് പറയുന്നത്? അല്ല, മഞ്ചേശ്വരത്ത് അവസരവാദമല്ലേ ഇത്? അവസരവാദമല്ലേ? SDP വോട്ട് വേണ്ടെന്ന് പറയോ? അല്ല, നിങ്ങൾക്ക് അറിയില്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളത് നിരസിച്ച് കത്ത് പത്രപ്രസ്താവന കൊടുത്ത മുന്നണിയല്ലേ? നിങ്ങളതൊന്നും പറയില്ല, നിങ്ങൾക്ക് അതിനൊന്നുള്ള താല്പര്യമില്ല. നിങ്ങൾക്ക് UDF-ന്റെ പുറകെ മൈക്രോസ്കോപ്പിക്കൽ നിങ്ങൾ ആരെങ്കിലും ഈ PDP പിന്തുണ കൊടുത്ത ഒരു വിവാദമാക്കിയ? ഒരാളും ആക്കിയില്ല. നിങ്ങൾ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് നിങ്ങൾ വിവാദമാക്കി. നിങ്ങൾ പലരും, എല്ലാവരും അല്ല പറയണം. PDP LDF-ന് പിന്തുണ കൊടുത്തത് നിങ്ങളാരും വിവാദമാക്കിയില്ല. അതൊക്കെ സൗകര്യത്തിന്, CPM-ന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള കുറെ ചാനലുണ്ട്, മനസ്സിലായില്ലേ? നുണ പറയുന്ന കുറെ ചാനലുകളുണ്ട്, കുറെ ഇഷ്ടം പോലെ നുണ ബോംബ് കൊണ്ട് അത് വെച്ചാൽ മതി. നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം നേരത്തെ പിന്തുണ തേടിയ കാലൊക്കെ ഉണ്ട് എന്ന് അല്ല, ഇപ്പോഴല്ലേ അവര് വിവാദത്തിൽപ്പെട്ടത്? അത് അവര് ഒരു പാർട്ടിയായി ഇവിടെ നിൽക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ വേദി പങ്കിട്ടിട്ടില്ലേ? ഇല്ലേ? വേദി പങ്കിട്ടില്ല. അല്ല, അന്നൊന്നും അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ ഇവിടെ കേരളത്തിൽ, അന്നൊന്നും അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ. അല്ല, ഈ മഞ്ചേശ്വരത്ത് SDP വോട്ട് വേണ്ടെന്ന് പറയും. സുരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നല്ലോ നേരത്തെ. അത് നിർത്തിയിരുന്നു. അത് ലീഗിന് വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല പിൻവലിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം, ഏതെങ്കിലും മുഖ്യമന്ത്രി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? SDPI പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയെ കൊണ്ടൊരു മറുപടി പറയിപ്പിക്കും. മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആവല്ലേ എന്ന് പറയാം. ഞാനൊക്കെ എത്ര നേരമായി, 3/4 മണിക്കൂർ പര്യടനം കഴിഞ്ഞു വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടാ പോകുന്നത്. എപ്പോ വേണമെങ്കിലും മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് സമയത്ത്